നമ്മളിതാ മനുവേട്ടൻ്റെ ഒരു കസിൻ്റെ വീട്ടിൽ ഒരു പരിപാടിക്ക് വേണ്ടി പോവാണ് കേട്ടോ. അവിടുത്തെ ഞങ്ങളുടെ അനീഷേട്ടൻ്റെ മോൻ്റെ കുർബാനക്കുള്ളപ്പാടിന് വേണ്ടി പോവാണ്. പരിപാടി ഇന്നല്ല നാളെ നടന്നത്. ഞങ്ങളിപ്പോൾ പോണത് ശനിയാഴ്ചയാണ്. പിറ്റേ ദിവസമാണ് ഞങ്ങൾക്ക് അവിടെ പരിപാടി. ഞായറാഴ്ച രാവിലെ ഇവിടുന്ന് തല്ലിക്കൊട്ടി ഇറങ്ങണ്ടല്ലോ എന്ന് ഓർത്തിട്ട് ഞങ്ങൾ തലേ ദിവസം തന്നെ പോവാണ്. കുറേ നാളായി ഇങ്ങനെ കസിൻസിൻ്റെ വീട്ടിലൊക്കെ പോയി നിന്നിട്ട് അന്നക്കുട്ടി എന്നെ എപ്പോഴും ചോദിക്കാറുണ്ട്, മിക്കപ്പോഴും അവളാണ് വീഡിയോ എടുത്ത് തരിക. അപ്പോൾ അതുകൊണ്ട് പിന്നണിയിൽ അവളായിരിക്കും. എന്നാലും ഞാൻ മാക്സിമം അവളെ ഉൾപ്പെടുത്താൻ ശ്രമിക്കാറുണ്ട് കേട്ടോ. അവളില്ലാണ്ട് എനിക്ക് എന്ത്. അപ്പോൾ ഫുഡ് വെക്കേണ്ട, നമുക്ക് ഒരു ദിവസം പുറത്തുനിന്ന് പോയി കഴിക്കാമെന്ന് പറഞ്ഞപ്പോഴത്തേനും എന്നാൽ അങ്ങനെ ആവട്ടെ എന്ന് കരുതി. എന്നാലും ഞാൻ അവിടെ വെയിറ്റ് ചെയ്തിരിക്കണം എന്ന് പറഞ്ഞപ്പോഴത്തേനും വീട്ടിൽ നിന്ന് കഴിച്ചിട്ട് വന്നാൽ മതിയായിരുന്നു. മിണ്ടാണ്ടിരിക്കുന്നുണ്ടോ എന്ന് പറഞ്ഞ് നോക്കിയതാണ് ആ കണ്ടത്. ദേഷ്യപ്പെട്ട് അതായത് ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, അയ്യോ പൈസ ആവുമല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷേ ഭക്ഷണം കണ്ടു കഴിയുമ്പോഴത്തേനും പൈസ ആവുമല്ലോ എന്നുള്ള കാര്യമൊക്കെ മറക്കും. അത് കഴിക്കും കേട്ടോ. അപ്പോൾ ഈ തക്കാരം എന്ന് പറയുന്ന ഒരു ഹോട്ടലിൽ നിന്നാണ് റെസ്റ്റോറൻറ്റിൽ നിന്നാണ് ഞങ്ങൾ ഫുഡ് കഴിച്ചത്. നല്ല അടിപൊളി ബിരിയാണിയാണ് കേട്ടോ അവിടുത്തെ. ഇതിന് മുമ്പ് ഞാൻ കഴിച്ചിട്ടുണ്ട്. കാരണം വലിയ മസാല കുത്തലോ കാര്യങ്ങളോ ഒന്നുമില്ല. നല്ല മൈൽഡ് ഫ്ലേവറാണ്. ഭയങ്കര നമുക്ക് ചില ബിരിയാണി കഴിക്കുമ്പോൾ നമുക്കിങ്ങനെ അടപടലും ഇങ്ങനെ നമുക്കങ്ങോട്ട് അയ്യോ എന്തോ ഒരു കുത്തലാണെന്ന് ഓർക്കത്തില്ലേ. പക്ഷെ അത് അങ്ങനത്തെ ബിരിയാണി അല്ല. നല്ല സൂപ്പർ ബിരിയാണി ആയിരുന്നു. ഭയങ്കര മസാലക്കുത്തൊക്കെ കുറവുള്ള ബിരിയാണി ആയിരുന്നു. അവിടുത്തെ സോഫയിൽ നല്ല സ്പേസ് ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് കുഞ്ഞിനെ അവിടെ കിടത്തായിരുന്നു. ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞ് ഞങ്ങളിതാ നേരെ പോവുകയാണ്. മുളന്തുരുത്തിയിലാണ്. ചെന്ന വഴിക്കേ വീഡിയോ എടുക്കണമെന്നൊക്കെ ഓർത്തു. പക്ഷേ ബ്ലോക്കും കാറിലിരുന്നിട്ടുള്ള ബുദ്ധിമുട്ടൊക്കെ കാരണം വന്ന വഴിക്കേ വീഡിയോ എടുക്കാൻ മറന്നുപോയി. പിന്നെ ഇതാ രാത്രി ആയപ്പോഴത്തേനും ഞങ്ങളെല്ലാവരും കസിൻസ് അത്യാവശ്യം എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പച്ചൻ്റെ പെങ്ങളാണ് കേട്ടോ ഡേസി ആൻറ്റി. അപ്പോൾ അവിടെ പിള്ളേരൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ കുഞ്ഞുങ്ങളെയൊക്കെ എടുത്തുകൊണ്ട് നടന്നുള്ളത് മനുവേട്ടൻ്റെ പെങ്ങളാണ് അലീന. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഇതാ ഫുഡ് കഴിക്കുകയാണ്. ഞങ്ങൾക്ക് ക്രിസ്ത്യൻസിന് പ്രത്യേകിച്ച് തലേ ദിവസം ഫുഡെന്ന് പറയണത് പൊട്ടിക്കറി ആയിരിക്കും. അത് കുടൽ കറി അല്ലെങ്കിൽ ബീഫ് കറി ആയിരിക്കും. അങ്ങനെയൊക്കെയാണ്. അപ്പം നമുക്ക് ഇവിടെ പൊട്ടിക്കറിയാണ്. അപ്പോൾ എല്ലാവരും അവിടെ ഡൈനിങ് ടേബിളൊക്കെ ഉണ്ടെങ്കിലും കുഞ്ഞുങ്ങളും എല്ലാവരും കൂടിയൊക്കെ ഇരുന്ന് സ്റ്റെപ്പയിലും ഹോളിലൊക്കെ ഇരുന്ന് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. ഇങ്ങനെയുള്ള ഓരോരോ കാര്യങ്ങൾക്കൊക്കെ നമ്മളിങ്ങനെ ഒന്നിച്ച് കൂടുമ്പോൾ എല്ലാവരുമായിട്ട് ഒന്നിച്ച് നമ്മുടെ പ്രായത്തിനനുസരിച്ചുള്ളവരും നമ്മുടെ മക്കളും 10, 18, 20 വയസ്സുള്ള നമ്മുടെ അനിയത്തിമാരും ഒക്കെ ഉള്ളതൊക്കെ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പം അതൊക്കെ നമ്മുടെ അമ്മായിമാരാണ്, ഞങ്ങളുടെ ഉണ്ണിച്ചേട്ടനാണ്. അപ്പോൾ കുഞ്ഞ് എല്ലാവരുടെയും കയ്യിൽ അങ്ങനെ അങ്ങോട്ട് പോയിക്കോളും. അപ്പോൾ റിലേറ്റീവ്സ് പാലക്കാട് നിന്ന് ഉള്ള ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് എൽസി അമ്മയാണ്. എൽസി അമ്മയുടെ പേരാണ് നമുക്ക് നമ്മുടെ എൽസൂന് ഇട്ടിരിക്കുന്നത്, എൽസ എന്ന്. അപ്പോൾ ഡേസി ആൻറ്റി പിന്നെ അംഗനവാടി ടീച്ചറായതുകൊണ്ടും പിന്നെ നമ്മുടെ മക്കളൊക്കെ ഡേസി ആൻറ്റിയുടെ അടുത്ത് സേഫാണ്. ഭയങ്കര ഇഷ്ടമാണ് ഡേസി ആൻറ്റിയുടെ അടുത്ത് ഈ 3 പേരും. അന്നയും ജോക്കൂട്ടനും എൽസയാണെങ്കിൽ ഇങ്ങനെ പതുങ്ങിയിരിക്കും. ഇതാണ് ഇവിടുത്തെ ഗൃഹനാഥൻ, ഞങ്ങളുടെ അനീഷേട്ടൻ്റെ മോൻ്റെ പരിപാടിക്കാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. മുളന്തുരുത്തിയിലാണ് കേട്ടോ ഇവിടുത്തെ വീട്. അപ്പോൾ അത് അങ്ങനെ സെറ്റായിട്ട് നമ്മുടെ എൽസു അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ആൻറ്റിയുടെ കയ്യിൽ കൊടുത്തിട്ട് ഫുഡൊക്കെ കഴിച്ചു. ആൻറ്റി നേരത്തെ കഴിച്ചിട്ടോ. ഇത് ഇവൻ്റെയാണ് കുർബാനക്കുള്ളപ്പാട്. പിറ്റേ ദിവസമാണ് പരിപാടി. ഇതാണ് അനീഷേട്ടൻ്റെ അമ്മ ഗച്ചു ആൻറ്റി. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. ലാസ്റ്റ് ആയപ്പോഴാണ് മീൻ വറുത്തതൊക്കെ വന്നത്, അതും കഴിച്ചു. പിന്നെ ഞങ്ങൾ രാത്രി ഇവിടെ പാട്ടൊക്കെ വയ്ക്കുന്നതുകൊണ്ട് നമുക്ക് കിടന്നുറങ്ങാൻ പറ്റില്ലല്ലോ എന്ന് കരുതിയിട്ട് നമ്മൾ കുഞ്ഞൊക്കെ ഉള്ളതല്ലേ. അപ്പം ഞങ്ങളിതാ ഉണ്ണിച്ചേട്ടൻ്റെ വീട്ടിലേക്ക്, അതായത് അനീഷേട്ടൻ്റെ ചേച്ചിയുടെ കെട്ടിച്ചേക്കണത് കുറച്ച് അടുത്തല്ല, എന്നാലും കുറച്ച് ഇതാണ്. ഞങ്ങൾ ആ പോകുന്ന വഴി മഴ തോരും മുമ്പേലെ വീട് കണ്ടു കേട്ടോ. ഞാനത് ഇതിൻ്റെ എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് ഉൾപ്പെടുത്താം. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ടാറ്റയൊക്കെ പറഞ്ഞ് പോവുകയാണ്. ഇച്ചിരി ദൂരമുള്ളൂ എന്ന് പറഞ്ഞിട്ടും കുറച്ച് ദൂരം ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് അവിടെ പോയത്. ഞാനൊരു ഷോർട്സിൽ പറഞ്ഞല്ലോ, ഞങ്ങളൊരു കസിൻ്റെ ഒരു പരതാമസത്തിന് വേണ്ടി ചേട്ടനും മോനും കൂടി പോയി. അന്ന് പോകാൻ പറ്റിയില്ല, വേറൊരു ദിവസം പോയി എന്നൊക്കെ പറഞ്ഞില്ലേ. അപ്പോൾ ആ വീട്ടിലേക്കാണ് പോയത്. ചെന്ന് കഴിഞ്ഞിട്ട് വീഡിയോ എടുക്കണമെന്നൊക്കെ ഓർത്തു. പക്ഷേ ഞാൻ പിന്നെ എടുത്തില്ല. വർത്താനമൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരുന്ന് കിടന്നുറങ്ങിപ്പോയി. പിറ്റേ ദിവസം ജോക്കുട്ടനെയൊക്കെ തട്ടിക്കൊട്ടി വിളിച്ചു. ഇത് നമ്മൾ ഉണ്ണിച്ചേട്ടൻ്റെ വീട്ടിൽ വന്നേക്കാണ്. നമ്മളവിടെ കിടന്നാണ് ഉറങ്ങിയതൊക്കെ. വീടിൻ്റെ ഫ്രണ്ടിൽ ഒരു സൂപ്പർ മുല്ലത്തോട്ടം ഉണ്ട് കേട്ടോ. അവരുടെ വീടിൻ്റെ ഫ്രണ്ടിലെ പറമ്പിൽ പാട്ടത്തിനടുത്ത് ഇങ്ങനെ കൃഷി ചെയ്യില്ലേ, നല്ല സ്മെല്ലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ രാവിലെ കുളിയൊക്കെ കഴിഞ്ഞ് കെട്ടും കിടക്കയൊക്കെ എടുത്ത് പോവാണ്. 2 ബാഗോ എന്നൊക്കെ ചോദിക്കണം. നമ്മൾ ഈ കുഞ്ഞുങ്ങളൊക്കെ ഇട്ടൊക്കെ പോകുമ്പോഴത്തേനും കുറേ സാധനങ്ങളുണ്ടാവും. സ്നാഗി, തുണി, ടർക്കി, അത് ഇതൊക്കെ ഉണ്ടാവും. അപ്പോൾ അതെല്ലാം 2 ബാഗിലാക്കി എടുത്തിട്ടുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ മുല്ലത്തോട്ടമെന്നോ പാടമൊന്നും, കുറ്റിമുല്ലയാണ് കേട്ടോ. അതിൻ്റെ കൃഷിയാണ്. ഇഷ്ടം പോലെ നല്ല സ്മെല്ലാണ്. രാവിലേക്ക് ആകുമ്പോഴത്തേനും നല്ല മണമാണ്. അപ്പോൾ നമ്മളങ്ങനെ ബാഗൊക്കെ പാക്ക് ചെയ്ത് ഇവിടെ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ എന്നോട് പലരും പറയാറുണ്ട് വീഡിയോ ഭയങ്കര കുലുക്കമാണ്, നമ്മൾ കൈ വെച്ചാണ് വീഡിയോ എടുക്കുന്നത്. പലപ്പോഴും ഞാൻ പുറത്ത് പോകുമ്പോൾ വീഡിയോ എടുക്കുന്നത് അന്നമ്മളുടെ കയ്യിൽ കൊടുപ്പിച്ചിട്ടാണ്. ഇതാണ് ഉണ്ണിച്ചേട്ടൻ്റെ പുറത്തുനിന്നുള്ള വീടിൻ്റെ വ്യൂ കേട്ടോ. അപ്പോൾ നമ്മൾ എത്തിയപ്പോഴത്തേനും പള്ളിയിൽ നിന്ന് കുർബാന കൈക്കുള്ള പാടൊക്കെ കഴിഞ്ഞ്
അപ്പനും അമ്മയും മോനും ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ സന്തോഷമാണ്, എല്ലാവരുമായിട്ട് കൂടി വർത്താനമൊക്കെ പറഞ്ഞു. നമ്മളങ്ങനെ ചെന്നപ്പോഴത്തേനും വെൽക്കം ഡ്രിങ്ക് ഒക്കെ കുടിച്ചു. പിന്നെ കുറേ നേരം വീടിൻ്റെ മുകളിലായിരുന്നു പരിപാടി. പിന്നെ കുറേ നേരം നമ്മളിങ്ങനെ മുറിയിലൊക്കെ ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞു. ഇപ്പോൾ എൻ്റെ വീട്ടിലാണെങ്കിലും മനുവേട്ടൻ്റെ വീട്ടിലാണെങ്കിലും നമ്മൾ ചെല്ലുമ്പോൾ ഇങ്ങനെ ഫാമിലിയിലൊക്കെ ചെല്ലുമ്പോഴത്തേനും നമ്മൾ പരിപാടികൾക്ക് പോകുമ്പോൾ ഒരു മുറിയിലിരുന്ന് ഇങ്ങനെ എല്ലാവരും കൂടി വർത്താനം പറയുന്നൊരു പരിപാടിയുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അത്. പിന്നെ നമ്മൾ പരിപാടി തുടങ്ങണ നേരമായപ്പോഴത്തേക്കും നമ്മൾ മേളിലേക്ക് പോയി. അപ്പോൾ നമ്മൾ അവിടെ ചൂടായതുകൊണ്ട് ഒരു ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ താഴത്തേക്ക് ഇറങ്ങി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഇതാണ് റയാൻ മോൻ. എൻ്റെ അമ്മയാണ് തൊട്ടപ്പുറത്ത് നിൽക്കുന്ന ജാൻസി ചേച്ചി. അച്ഛനെ പപ്പേനെ നിങ്ങൾ നേരത്തെ കണ്ടല്ലോ, റയാൻകുട്ടൻ അനീഷേട്ടൻ. ഇതിപ്പോൾ ജാൻസി ചേച്ചിയുടെ അമ്മയാണ് അതിൻ്റെ അടുത്തിരിക്കുന്നത്. അവൻ്റെ ചേച്ചിയാണ് തൊട്ടപ്പുറത്ത്, ഗച്ചു ആൻറ്റിയാണ് അനീഷേട്ടൻ്റെ അമ്മ. അങ്ങനെ തന്നെ ഞങ്ങൾ ഗ്രൂപ്പായിട്ട് ഫാമിലി ആയിട്ട് നിന്ന് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തു. ഫുഡൊക്കെ ഞാൻ താഴെ ഇരുന്നാണ് കഴിച്ചത് കേട്ടോ. പിന്നെ പിള്ളേരുടെ ഡാൻസൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ സന്തോഷമായിട്ട് തന്നെ പന്നമ്മനോട് ഞാൻ പറഞ്ഞു ഡാൻസ് പറഞ്ഞ മൂടില്ലമ്മ, ഒരു സുഖമില്ല അമ്മ. അവൾക്ക് കാറിലൊക്കെ യാത്ര ചെയ്തതിൻ്റെ ആ ഒരു ക്ഷീണമൊക്കെ ആയിട്ട് അവൾ കഴിച്ചില്ല. പിന്നെ ഞാൻ ഫുഡൊക്കെ കഴിച്ചു, ജോക്കൂട്ടനൊക്കെ വാരിക്കൊടുത്തു. ഞങ്ങളങ്ങനെ വൈകിട്ടായപ്പോൾ തിരിച്ചു പോകും.